SSLCയുടെ റീവാലുവേഷന് കൊടുക്കേണ്ട ഡേറ്റ് മെയ് 12 മുതലാണ്. റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക, അതുപോലെ റീവാലുവേഷന് കൊടുത്തിട്ട് ഗ്രേഡ് മാറിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, ട്രയൽ അലോട്ട്മെൻറ്റ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത്. +1 അഡ്മിഷന് അപേക്ഷിക്കേണ്ട ഡേറ്റ് മെയ് 14 മെയ് 14 മുതൽ അപേക്ഷിക്കാം. അവസാന തീയതി മെയ് 20 അപ്പോൾ പല കുട്ടികൾക്കും സംശയം ഉണ്ടാകും, റീവാലുവേഷന് കൊടുത്ത റിസൾട്ട് വരുന്നതിന് മുമ്പെയാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഗ്രേഡ് മാറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ മാർക്ക് ചേർക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് സംശയം ഉണ്ടാകും. മെയ് 20 അപേക്ഷ അവസാനിച്ചു കഴിഞ്ഞാൽ മെയ് 24 ട്രയൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് വരിക. ട്രയൽ അലോട്ട്മെൻറ്റ് വെറും ഒരു ട്രയലാണ്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ ആ സ്കൂള് പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടണമെന്നുമില്ല. റീവാലുവേഷൻ്റെ റിസൾട്ട് വരിക ഈ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷവും അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നതിന് മുമ്പുമായി റീവാലുവേഷൻ്റെ റിസൾട്ട് വരും. അതായത് ജൂൺ 2 തന്നെ റീവാലുവേഷൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും. റീവാലുവേഷൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഗ്രേഡ് മാറിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ B ഗ്രേഡ് ഉള്ള ഒരു കുട്ടിക്കാണ് A ഗ്രേഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ A ഗ്രേഡ് ഉള്ള ഒരു കുട്ടിക്ക് A+ ആയി മാറിയിട്ടുണ്ടെങ്കിൽ ആ ഗ്രേഡ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആ HS ക്യാപ്പിലുള്ള ആ അപേക്ഷയിൽ അത് ഓട്ടോമാറ്റിക്കായി ചേഞ്ച് ആകും. അതായത് SSLCയുടെ റീവാലുവേഷൻ്റെ ഗ്രേഡ് മാറ്റം വന്നവർ ഒന്നും ചെയ്യേണ്ടതില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി മാറിക്കോളും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ 2 അതുപോലെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് ജൂൺ 10 മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് ജൂൺ 16 റീവാലുവേഷന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ വിശദമാക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.